അപ്പോൾ നോമ്പറന്നതിൻ്റെ ശേഷം കുളിക്കലും നല്ലതാണ്. കാരണം എന്താ, നോമ്പ് നോൽക്കുമ്പോൾ വയറ് കാലിയായിട്ട് വിയർപ്പ് കൂടുതലുണ്ടാവും. നോമ്പ് തുറക്കാനാവുമ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാകുമ്പോൾ നോമ്പൊക്കെ തുറന്ന് വെള്ളം ചെല്ലുമ്പോൾ നല്ലോണം വിയർപ്പ് പുറത്തേക്ക് വരും. അപ്പോൾ നല്ല തേച്ചൊരച്ച് കഴുകണം. ദൽക്കുൽ അഅ്ളാ, അംഗങ്ങൾ തേച്ചു കഴുകുക എന്നത് പ്രധാനപ്പെട്ട സുന്നത്താണ്. നാളെ ഒരാളിനോട് ചോദിച്ചു, ഈ ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ദൽക്കുൽ അഅ്ളാ എന്ന കിതാബുകളിലൊക്കെ പറഞ്ഞ് ഒതുണ്ടാക്കുമ്പോഴും കുളിക്കുമ്പോഴും ശരീരം തേച്ചുരച്ച് കഴുകണം എന്ന് പറഞ്ഞ സാധനമാണ് ഫിസിയോതെറാപ്പി. അതിന് നമുക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ മെഷീൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നത്. എന്നും കുളിക്കുമ്പോൾ നല്ലോണം ചാരിയിട്ട് തേച്ചുരച്ച് കഴുകുകയാണെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിയും വേണ്ടി വരില്ല. പക്ഷെ നമുക്ക് ഒഴിവില്ല. റമദാൻ മാസത്തിൽ നോമ്പ് തുറന്നതിന് ശേഷം തേച്ചൊരച്ച് കുളിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകമായി ഫളിലുള്ള കാര്യമാണ്. അതുകൊണ്ട് റമദാനിൽ നല്ലോണം വൃത്തി സൂക്ഷിക്കണം. എല്ലാ സമയത്തും നമ്മൾ സൂക്ഷിക്കണം. ശരീരം വൃത്തിയാവാനും കൂടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ്. നിയ്യത്ത് തെറ്റരുത് എന്ന് മാത്രം. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ഉള്ള വേസ്റ്റുകൾ, ഒന്ന് മലം, മറ്റൊന്ന് മൂത്രം, മൂന്നാമത്തൊന്ന് വിയർപ്പ്, നാലാമത്തൊന്ന് എയറോബിക് വേസ്റ്റ് എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. 5 വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്ന് മലം, മറ്റൊന്ന് മൂത്രം, മൂന്നാമത്തേത് വിയർപ്പ്, നാലാമത്തേത് എയറോബിക് വേസ്റ്റ് അഥവാ കാർബൺ ഡൈ ഓക്സൈഡ്. 4 മാലിന്യങ്ങളെ പുറത്ത് കളയണം. നന്നായിട്ട് മൂത്രയിക്കണം. മൂത്രം എന്ന നിഅമത്തിനോടുള്ള മനുഷ്യൻ്റെ നിഷേധമാണ് മൂത്രസംബന്ധമായ അസുഖങ്ങൾ എന്നാണ്. നമ്മൾ ഏത് അമല് ചെയ്താലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. ഏത് നല്ല കാര്യം ചെയ്താലും അൽഹംദുലില്ലാ എന്ന് പറയാം. എന്നാലും മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ മാത്രം ഗുഫ്റാനക അൽഹംദുലില്ലാ എന്നാണ് പറയാം. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ചൊല്ലണ ദിക്റ് ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ഗുഫ്റാനക, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു. അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും നിനക്കാകുന്നു. എന്താ ഗുഫ്റാനക? അല്ലാഹുവേ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഒഴിച്ചത് ഏതായാലും ഒഴിച്ചു, ഇനി മേലാലൊഴിക്കൂലെന്ന്. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ചെല്ലണ ദിക്റാണത്. ഏത്? അത് പിന്നെ ബോർഡ് വെച്ചതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ഇറങ്ങുമ്പോൾ ചെല്ലും കൂടിയും വേണം. ബോർഡുകൾ ഇവിടെ ഒക്കെ ഉണ്ട് കുറേ എണ്ണം. പള്ളി മൊത്തം നോട്ടീസ് അയക്കാമല്ലോ. ഇവിടെ ലേശം കുറവുണ്ട്. ചില സ്ഥലത്ത് വന്നാൽ കാണാം പള്ളിൻ്റെ ഉള്ളിൽ മൊത്തം നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടാവും. കയറിനോടത്ത് കാല് കഴുകി കയറുക, തുപ്പരുത്, ഇളകരുത്, അങ്ങോട്ടാക്കരുത്, ഇങ്ങോട്ടാക്കരുത്, മിണ്ടാതിരിക്കുക, സംസാരിക്കരുത്, മൊബൈൽ ഫോൺ ഓഫാക്കുക, കുത്തുബ ശ്രദ്ധിക്കുക, അങ്ങനെ മൊത്തം ആവശ്യമുള്ളത് വെക്കട്ടോ. ആവശ്യമുള്ളത് ഇപ്പോൾ ഒതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്റ് ചിലപ്പോൾ എല്ലാവർക്കും കാണാതെ അറിയില്ല. അപ്പോൾ അതൊന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീന വജ്അൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. അതൊന്ന് വെച്ചാൽ നന്നായി. വർത്തമാനം സംസാരിക്കാതിരിക്കണമെന്ന് ബോർഡിലായിട്ട് വർത്തമാനം പറയണമെന്ന് ഞങ്ങൾ വിചാരം. അതൊന്നല്ല. ബോർഡ് ഉണ്ടായതുകൊണ്ടും ഉണ്ടായിരിക്കില്ല. അത് ബോധമാണ്. മനുഷ്യന്മാർക്കൊരു ബോധം വേണം, എന്നാൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണത്. അല്ലാതെ അത് നോട്ടീസിൻ്റെ പ്രശ്നമല്ല. അങ്ങനെ നമ്മൾ മൊത്തം നോട്ടീസ് ഒട്ടിക്കരുത്. ആവശ്യമാണെന്ന് തോന്നണേ ചില സംഗതി. ഈത്തിക്കാഫിൻ്റെ നിയ്യത്ത് ഉദാഹരണം, അത് ചിലപ്പോൾ നമ്മൾ ആ ബോർഡ് കാണുമ്പോൾ ഒന്ന് ഓർമ്മ വരും, ഈത്തിക്കാഫിൻ്റെ നിയ്യത്തൊക്കെ. അപ്പം അതൊരു ബോർഡ് നന്നാവും. പള്ളിക്ക് കയറുമ്പോൾ ഉള്ളത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളത്, ഇങ്ങനെ അത്യാവശ്യമുള്ളതൊക്കെ വെക്കാം. ആവശ്യമില്ലാത്തത് ഇപ്പം ഷർത്തുകളും പറഞ്ഞതൊക്കെ ഇങ്ങനെ കൂടി വരികയാണ്. അതിൽ പെട്ടതാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി. അതിപ്പോൾ ഓഫാക്കണോന് അത് ബോർഡില്ലാതെ ഓഫാക്കും. ഓഫാക്കാത്തവൻ എൻ്റെ മൊബൈൽ വെള്ളിയാഴ്ച ജുമാൻ്റെ അടുത്ത് അടിക്കും. വെള്ളിയാഴ്ച ജുമാൻ്റെ അടുത്ത് അടിക്കലുണ്ട് മൊബൈൽ. അത് ബോർഡില്ലായിട്ടാണ്. ബോർഡ് വേറെ. അപ്പം എന്തേ പറഞ്ഞു എന്നറിയങ്ങൾ? ബോർഡ് വെച്ചതുകൊണ്ട് കാര്യമില്ല. അത് ചെല്ലണം. മൂത്രപ്പരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെല്ലണം? ഗുഫ്റാനക, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അൽഹംദുലില്ലാ, എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ്. അദ്ഹബ അന്നിയൽ അദാ വഅഫാനി, ബുദ്ധിമുട്ടി എന്നിൽ നിന്നവൻ ഇല്ലാതെയാക്കുകയും എന്നെ സുഖമാക്കുകയും ചെയ്ത അല്ലാഹുവിന് എല്ലാ സ്തുതികളും. എന്തിനാണ് ഇവിടെ മാത്രം ഹംദിൻ്റെ മുമ്പ് ഒരു ഗുഫ്റാനക?
വേറെ ഏതാണെങ്കിലും ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ആദ്യം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അവിടെ അൽഹംദുലില്ലാഹ് ആദ്യം. എന്തിനാ മൂത്രമൊഴിക്കുകയും കക്കൂസ് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഗുഫ്രാന്. മൂത്രമൊഴിക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തെന്ന ഏറ്റവും വലിയൊരു നിഅമത്ത്. അതൊരു തുള്ളി മൂത്രമാണ് പോകാതിരുന്ന് നോക്കണം, അപ്പം അറിയാം. 3 കോടി ഉറുപ്പ്യൻ്റെ മെഷീൻ വെച്ചാലും മൂത്രം ഉണ്ടാക്കാൻ പറ്റൂല. ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂത്രം ഉണ്ടാക്കല്ല. നമ്മളെ രക്തം കേടുവന്ന രക്തം ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിൽ നിന്ന് നീരുകളെയും ദുഷിച്ച വസ്തുക്കളെയും നീക്കം ചെയ്ത് ശരീരത്തിലേക്ക് രണ്ടാമത് കൊടുക്കുകയാണ്. അല്ലാതെ മൂത്രം ഉണ്ടാക്കുന്ന പരിപാടിയല്ല. മൂത്രം ഉണ്ടാക്കാൻ അള്ളാഹ് തന്ന ആ മെഷീൻ തന്നെ ഉള്ളൂ, വേറൊരു മെഷീനും നിലവിലില്ല. എന്നാൽ രാത്രി 1 മണിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി നമ്മൾ എന്താ പറയുക, കണ്ടാറടക്കഞ്ഞിപ്പോൾ മൂത്രമൊഴിക്കാനും മുട്ടുണ്ട്, ഇപ്പം നീച്ചുമാണല്ലോ എന്നാ. എന്താ കാര്യം? രാത്രി 1 മണിക്ക് വന്നാൽ ഒരു 5000 ഉറുപ്പ്യ തരാമെന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. മൊബൈലിൽ അലാറം വെച്ചിട്ട് പോകും 1 മണിക്ക്. എന്നാൽ രാത്രി 1 മണിക്കൊന്ന് മൂത്രമൊഴിക്കണമെന്ന് മുട്ടി അങ്ങനെ ഉണ്ടാവും. ഈ ഒലക്ക നാളെ രാത്രി വെള്ളം കുടിക്കൂല. എന്താ കാരണം? മൂത്രം ഞമ്മക്കൊരു നിയമത്തായി തോന്നിയിട്ടില്ല. 5000 ഉറുപ്പ്യ നമുക്ക് വലിയ നിയമത്താണ്, മൂത്ര നിയമത്തല്ല. ഇതാണ് പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന വലിയൊരു നിയമത്താണ് മൂത്രമൊഴിക്കൽ. ഈ നിയമത്തിൻ്റെ നിഷേധമാണ് യഥാർത്ഥത്തിൽ മൂത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നാണ്. അതുകൊണ്ട് ഗുഫ്രാനക്ക് പടച്ചോനെ ഇങ്ങനൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് പുറത്തു തരണേ. അൽഹംദുലില്ലാഹ്. മനുഷ്യൻ നിഷേധിക്കുന്ന നിയമത്തുകളിലെ ഏറ്റവും വലിയ നിയമത്താണ് മൂത്രമൊഴിക്കുക എന്ന നിയമത്ത് എന്നാണ്. അപ്പം എന്തേ പറയാൻ കാരണം? 4 മാലിന്യങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ശുദ്ധിയാവേണ്ടത്. ഒന്നാമത്തേത് മൂത്രം, രണ്ടാമത്തേത് മലം, മൂന്നാമത്തേത് വിയർപ്പ്. നോമ്പ് കൊണ്ട് വിയർപ്പ് നന്നായിട്ട് ശുദ്ധിയാവും. വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് വിയർക്കും. ആമാശയം കാലിയായാൽ വിയർപ്പ് കൂടുതലുണ്ടാവും. ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് മോശമായ സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോകും. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നോൽക്ക് തന്നെ. കാരണം ഇപ്പോൾ ഏതായാലും വിയർപ്പൊക്കെ ഒന്നാണ് പോയി. അങ്ങനെയൊട്ട് ചിന്തിക്കാനും പറ്റില്ല. കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നോൽമ്പ് വെച്ചിട്ട് പഠിച്ചോലത്തേക്ക് എന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളിപ്പോൾ നോൽമ്പ് പത്രത്തിലൊക്കെ കാണാം, അങ്ങനെ റമദാൻ മാസം ആയാലും ഗോപാലിന് നോമ്പാണ്, രാമ്പന് നോമ്പാണ് എന്ന് പറഞ്ഞിട്ട് കുറേ നോമ്പുകൾ കാണും. അതൊക്കെ നൊയമ്പാകുന്നു. നോമ്പിന് നീയത്ത് ഷർത്താണ്, നീയത്തിന് ഈമാൻ ഷർത്താണ്. നോമ്പിന് എന്ത് ഷർത്തുണ്ട്? നീയത്ത് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറളാണ്, നിബന്ധനയാണ്. നീയത്ത് ആരിൽ നിന്നേ സഹിയാവുള്ളൂ? മുഅ്മിനായ മനുഷ്യരിൽ നിന്ന് മാത്രമേ നീയത്ത് സഹിയാവുള്ളൂ. അപ്പോൾ ഓൽക്ക് നോമ്പെടുക്കാൻ കഴിയില്ല, നോമ്പെടുക്കാൻ ഞമ്മക്കേ കഴിയുള്ളൂ. നീയത്ത് നിബന്ധനയാണ്. നീയത്ത് തെറ്റരുത്. ഇപ്പോൾ ഒരു മോലിയർ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ വയത് അറിയണമെന്ന് വിചാരിക്കുക. നോമ്പും ആരോഗ്യശാസ്ത്രവും എന്നാണ് വിഷയം. വേറൊരു മൂലയിൽ അപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയത്തിൽ നോമ്പും റയ്യാൻ എന്ന സ്വർഗത്തിൻ്റെ വാതിലും എന്നാണ് വയത് പറഞ്ഞതെന്ന് കരുതുക. എന്നാൽ നമ്മളെന്ത് വിചാരിക്കും? ആ നോമ്പും ആരോഗ്യം പറയണ ആ വാതിലൊന്ന് പോവുക, അതാണ് ഇപ്പോൾ കേൾക്കേണ്ടത് എന്നാണ്. ആഖിറത്തിൻ്റെ കാര്യമൊക്കെ ദുന്യാവിന് വേണ്ടി ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ഉഷാറാവും നമ്മൾ. നിസ്കാരം യോഗയാക്കുക. യോഗക്കൊക്കെ പോലെ തുടങ്ങിയതിൻ്റെ ശേഷം അപ്പോൾ നിസ്കാരത്തിലൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നിസ്കാരം യോഗയാക്കുക. നോമ്പിനെ നമ്മൾ പിന്നെ വേറെന്തൊക്കെ ആക്കി മാറ്റുക. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് നീയത്ത് തെറ്റരുത്. സംഗതി ഇതുകൊണ്ട് ഉണ്ടാവും. സംഗതി നോമ്പുകൊണ്ട് ശരീരത്തിൽ നിന്ന് വിയർപ്പ് ധാരാളമായി പുറത്തേക്ക് പോകുന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വൈകുന്നേരമാകുമ്പോൾ. അതുകൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് തേച്ചരച്ചിട്ട് കുളിക്കൽ നല്ലതാണ്. പള്ള ബൂന്നാക്കിയിട്ടല്ല കേട്ടോ, അത്യാവശ്യം ചെറിയ നോമ്പ് തുറ എന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്. പള്ളക്കൂടി ഇങ്ങനെ ഫുള്ളാക്കിയതിന് ശേഷം കുളിക്കാനൊന്നും പറ്റില്ല.